വെടിക്കെട്ട് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന് 14 ലക്ഷം വീതം സാമ്പത്തിക സഹായവും പ്രഖ്യാപിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ 5 പേരുടെ മൃതദേഹങ്ങൾ കൂടി തിരിച്ചറിഞ്ഞവരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി വരികയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മിഥുൻ അയ്യപ്പനും അരുൺ കൊടുങ്ങൂരും ചേരുന്നുണ്ട്. മിഥുനിലേക്ക് ആദ്യം പോകാം. മിഥുൻ, ആരെയൊക്കെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞത്? അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഒപ്പം ഇനി എന്തൊക്കെ നടപടിക്രമങ്ങളാകും ആശുപത്രിയിൽ ഉണ്ടാവുക? ഇപ്പോൾ ആശുപത്രിയിൽ പ്രധാനമായും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു. അതുപോലെ തന്നെ ചികിത്സയിലുള്ളവരുടെ ചികിത്സ സംബന്ധിച്ച് ഓരോ രോഗിക്കും 3 ഡോക്ടർമാരുടെ നിരീക്ഷണമടക്കം നൽകിയിട്ടാണ് ഇപ്പോൾ അവിടുത്തെ ഓരോ രോഗിയുടെയും ചികിത്സകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരിച്ചറിഞ്ഞവരുടെ വിവരങ്ങൾ അല്പസമയം മുമ്പ് ഞാൻ വ്യക്തമാക്കിയതാണ്. ആ തിരിച്ചറിയുന്ന 3 പേരുടെ വിവരങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന ഔദ്യോഗികമായിട്ടുള്ള ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള വിവരമാണ്. അതിനപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങളിൽ നമുക്ക് ഇപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് വ്യക്തമാക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കേണ്ടത് 2 പേരുടെ മൃതദേഹങ്ങൾ കൂടി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എടപ്പാൾ സ്വദേശിയായിട്ടുള്ള മണികണ്ഠനും അതുപോലെ തന്നെ കോട്ടപ്പുറം സ്വദേശിയായിട്ടുള്ള മണികണ്ഠൻ, ഈ 2 പേരുടെയും പേര് മണികണ്ഠൻ എന്നാണ്. ഒരാൾ എടപ്പാൾ സ്വദേശിയും കോട്ടപ്പുറം സ്വദേശിയാണ്. ഇവരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. നിലവിൽ 5 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ഇതുവരെ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. വാസുദേവൻ, സുവിൻ, സുദർശൻ എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്നലെ തന്നെ കൈമാറിയിരുന്നു. അതുപോലെ തന്നെ ബിജീഷിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. സുബ്രഹ്മണ്യൻ്റെയും ബിജീഷിൻ്റെയും മൃതദേഹങ്ങൾ കൂടി ഉടൻ കൈമാറും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ. അവരുടെ അതുപോലെ തന്നെ മറ്റ് നടപടികൾ, പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചികിത്സയിൽ കഴിയുന്നവരുടെ വിവരങ്ങളും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 2 പേർ വെന്റിലേറ്ററിൽ അതീവ ഗുരുതരമായി 80% പൊള്ളലേറ്റ് ചികിത്സയിലുണ്ട്. ഒപ്പം തന്നെ 3 പേർ ഗുരുതരാവസ്ഥയിലും തുടരുന്നുണ്ട്. 5 പേരുടെ നില മെച്ചപ്പെട്ടു എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്കിപ്പോൾ ഈ ഒടുവിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനമായി നമ്മൾ കരുതേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അരുൺ. ഒപ്പം ഇതോടകം തന്നെ ഇപ്പോൾ BJPയും അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളുമെല്ലാം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ എങ്ങനെ അപകടമുണ്ടായി എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം ത്തിലേക്ക് പോകണമെന്നാണ്. പ്രത്യേകിച്ച് പുറ്റിങ്ങൽ അപകടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മുൻ അനുഭവം നമുക്കുണ്ട്. തൃശ്ശൂർ തന്നെ ഇതിനു മുമ്പും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും നേരത്തെ സ്വീകരിച്ചിരുന്ന നടപടികൾ ബലവത്തായില്ല എന്നുള്ള ആരോപണമാണ് ഇതോടകം തന്നെ ഉയർന്നിട്ടുള്ളത്. തീർച്ചയായും അത് തന്നെ വേണം നമുക്ക്. ഇതിന് പ്രത്യേകിച്ച് തൃശ്ശൂരുകാരനാണ്, അന്നേരം കൂടുതൽ ഈ കാര്യത്തെക്കുറിച്ച് അറിയാവുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. തൃശ്ശൂർ പൂരത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി. നമുക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ എത്ര ശക്തമായിട്ടാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ അതിനിടയിൽ ഇത്തരം ഒരു സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത, ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്ത അത്ര ഒരു ദാരുണമായൊരു സംഭവം ആണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സമഗ്രമായ ഒരു അന്വേഷണമാണ് ഇപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ഇത്ര ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഇത്ര മാനദണ്ഡ പ്രകാരമൊക്കെ തന്നെയും ഇത് നടത്തിയിട്ടും വെടിക്കോപ്പുകൾ നിർമ്മിച്ചിട്ടും എന്തുകൊണ്ട് ഇത്തരം ഒരു വലിയ അപകടം ഉണ്ടായി എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യമായി അവശേഷിക്കുന്നത്. എന്തായാലും അതുതന്നെയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ BJPയുടെ നേതാക്കൾ അടക്കമുള്ളവർ അറിഞ്ഞത്. അതോടൊപ്പം തന്നെ നഷ്ടപരിഹാര തുകയുടെ കാര്യത്തിലൊക്കെ കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകണമെന്നുള്ളതാണ് അവരൊക്കെ തന്നെ പ്രധാനപ്പെട്ട ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇനി പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇനി പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നത്. എങ്ങനെ പൂരം നടത്തണം എന്നുള്ള ഒരു കാര്യത്തിലൊക്കെ വലിയ ചർച്ചകൾ ഇനി നടക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് അടയ്ക്കുകയാണെങ്കിൽ പുറ്റിങ്ങൽ അപകടം നടന്നതിന് ശേഷം ഒരു കമ്മീഷൻ ശുപാർശകളുണ്ടായിരുന്നു. ആ ശുപാർശകളെല്ലാം തന്നെ പുറ്റിങ്ങൽ അപകടം നടന്നതിന് ശേഷമുള്ള വർഷങ്ങളിൽ അതിശക്തമായി നടപ്പാക്കുകയും വെടിക്കെട്ടിൻ്റെ കടുത്ത നിയന്ത്രണങ്ങളെല്ലാം കൊണ്ടുവരികയും ചെയ്തിരുന്നു. നമുക്കറിയാം തൃശ്ശൂർ വെടിക്കെട്ട് നടക്കുന്ന ഇടം ആ സ്വരാജ് റൗണ്ടിൽ നിന്നുകൊണ്ട്, അതായത് പ്രദക്ഷിണ വഴിയിൽ നിന്നുകൊണ്ട് ആളുകൾക്ക് കാണാനുള്ളൊരു അവസരമുണ്ടായിരുന്നു. പിന്നീടാണ് അത് പുറ്റിങ്ങൽ വെടിക്കെട്ടിന് ശേഷമാണ് ആ കാണുന്നത് ഈ സ്വരാജ് റൗണ്ടിൽ നിന്നും പുറകിലേക്ക്
സ്ഥലങ്ങളിലേക്ക് ഇടവഴിയിലേക്ക് മാത്രം ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിയത് പുറ്റിങ്ങൽ വെടിക്കെട്ടിന് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെടിക്കെട്ട് കാണാൻ ആസ്വദിക്കാൻ ആർക്കും സാധിച്ചിരുന്നില്ല എന്നുള്ള വിമർശനമെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങളിൽ പലയിടങ്ങളിലും ചില വെള്ളം ചേർക്കലുകൾ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളിലും അതുപോലെ തന്നെ മറ്റുള്ളവരും തന്നെ ഉന്നയിക്കുന്നത്. അത്തരത്തിൽ കുറ്റകരമായിട്ടുള്ള ഒരു അനാസ്ഥ അവിടെ സംഭവിച്ചിട്ടുണ്ട്, ഒരു വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ചയ്ക്ക് പിന്നിൽ ആരാണ് എന്താണ് എന്ന് സംബന്ധിച്ചുള്ള ഒരു കണ്ടെത്തലിലേക്ക് കടക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നാളെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അവലോകന യോഗം നടക്കുന്നുണ്ട്. സാധാരണ അവലോകന യോഗങ്ങൾ പൂരത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും നടക്കേണ്ടതാണ്. പക്ഷേ അത് എത്രത്തോളം ഗംഭീരമായി പൂരം നടത്താം എന്നുള്ളതിൻ്റെ അവലോകനമാണ് നടക്കാറുള്ളത്. പക്ഷേ ഇത്തവണ അത് അങ്ങനെയല്ല. ഈ ഏറ്റവും സങ്കടകരമായിട്ടുള്ള സാഹചര്യത്തിലൂടെ തൃശ്ശൂർ നഗരം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, തൃശ്ശൂർ ജില്ല കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, പൂരപ്രേമികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൂരം പൊലിമയില്ലാതെ ആർഭാടങ്ങളില്ലാതെ നടത്താനുള്ള വെടിക്കെട്ട് എന്തായാലും ഒഴിവാക്കും എന്നുള്ള കാര്യത്തിലേക്ക് ഒരുപക്ഷെ ഇപ്പോൾ അനൗദ്യോഗികമായിട്ടാണെങ്കിലും സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ സ്ഥിരീകരിച്ചിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വരേണ്ടിയിരിക്കുന്നു. വെടിക്കെട്ടുകൾ പൂർണ്ണമായും ഒഴിവാക്കുമോ എന്നുള്ളത്. മറ്റു ചടങ്ങുകളുടെ കാര്യത്തിൽ നമുക്ക് ചടങ്ങുകൾ മാത്രമായി നടത്തും എന്നുള്ള തീരുമാനമാണ് സർക്കാർ അറിയിക്കുന്നതെങ്കിൽ, കളക്ടർ അറിയിക്കുമെങ്കിൽ അത് അംഗീകരിക്കുമെന്ന് ഇപ്പോൾ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നാളത്തെ ഈ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗാണ്. ആ ഒരു തീരുമാനം പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ഒരു അനുമതി വാങ്ങിയതിന് ശേഷമാണ് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത്. എന്തായാലും നാളത്തെ ഒരു മീറ്റിങ്ങിൽ അത്തരം ഒരു തീരുമാനം, കാരണം ഇത്ര ഒരു വലിയൊരു ദുരന്തമുണ്ടായ ആ ദുരന്തത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം, ഈ ഒരു സമയത്ത് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കകൾ ഇനിയും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എന്താണ് ചെയ്യാൻ പറ്റുക, അത് സർക്കാരിൻ്റെ തീരുമാനം എന്താണോ അത് അറിയിക്കുക, അതിനുശേഷം ബാക്കി നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഒരു നിലപാട്. നാളെ നിർണായകമായ ഒരു ദിവസമാണ്. നാളെ 10 മണിയോടെ ആ മീറ്റിംഗ് ആരംഭിക്കും. ആ മീറ്റിങ്ങിൽ തന്നെയല്ലേ ഇനിയുള്ള പ്രതീക്ഷകളൊക്കെ? തീർച്ചയായിട്ടും. കാരണം ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ചടങ്ങുകൾ എന്ന് പറയുന്നത് ബൃഹത്തായിട്ടുള്ള ചടങ്ങുകളാണ്. ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തോ മാത്രം നടക്കുന്ന ചടങ്ങുകളല്ല. 10 ഘടകക്ഷേത്രങ്ങളിൽ ഭാഗമാകുന്ന ചടങ്ങുകളുണ്ട്. അവിടെ നിന്നുള്ളെല്ലാം എഴുന്നള്ളിപ്പുകൾ വരേണ്ടതുണ്ട്. ഈ എഴുന്നള്ളിപ്പുകൾ വരിക എന്ന് പറയുന്നത് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എഴുന്നള്ളിപ്പുകൾ നമുക്കറിയാം, ഇതിനു മുമ്പ് കൊറോണ കാലത്താണ് ഇത്തരത്തിൽ വലിയ കർശന നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കി ഒരു ആനപ്പുറത്ത് മാത്രമുള്ള എഴുന്നള്ളിപ്പ് മാത്രമായിട്ടായിരുന്നു അന്ന് നടത്തിയിരുന്നത്. അതായത് ആചാരാനുഷ്ഠാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഒരു ആനപ്പുറത്ത് മാത്രമുള്ള എഴുന്നള്ളിപ്പുകൾ നടത്തുന്നു. ഒപ്പം തന്നെ വാദ്യഘോഷങ്ങളുടെ തന്നെ ആളുകളുടെ എണ്ണം കുറച്ചുകൊണ്ടും അത്തരത്തിൽ ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കുകയാണ് കൊറോണ കാലത്തുണ്ടായത്. പിന്നെ ഇതിനു മുമ്പും പലപ്പോഴും ഫ്ലഡിൻ്റെ സമയത്തും അതുപോലെ തന്നെ ഇതിനു മുമ്പുണ്ടായ യുദ്ധസമയങ്ങളിലെല്ലാം തന്നെ, ഇന്ത്യ പാക് യുദ്ധസമയങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ പൂരം ഒഴിവാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പകിട്ട് കുറച്ചുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമായി നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇത് പുതിയൊരു സംഭവമല്ല ഇത്തരത്തിൽ പൂരം ചുരുക്കി നടത്തുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇത് ഏതെല്ലാം രീതിയിൽ ആ പൂരത്തിൻ്റെ നടത്തിപ്പുകൾ മുന്നോട്ട് പോകുമെന്നുള്ളത് നാളെ ചേരുന്ന യോഗത്തിന് മാത്രമേ കഴിയുന്നു. അതൊരു ഭാഗമാണ്. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പരിഗണന നൽകേണ്ടത് ഇപ്പോൾ ഇവിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ അവസ്ഥ തന്നെയാണ്. അവർക്ക് വേണ്ട രീതിയിലുള്ള ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 14 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരും 2 ലക്ഷം രൂപ കേന്ദ്ര സർക്കാരും നൽകാമെന്ന് ഉള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അവർ വളരെ പാവപ്പെട്ടവരാണ്. അവരുടെ ജീവിത അത്താണിയാണ്, ഓരോ കുടുംബത്തിൻ്റെയും അത്താണിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ജീവിതം വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കൂടുതൽ വലിയ സഹായം ആവശ്യമുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് ദേവസ്വങ്ങളും അതുപോലെ തന്നെ സഹൃദരായിട്ടുള്ള മറ്റുള്ളവരുടെയും കൂടി പങ്കാളിത്തത്തോടു കൂടി ഒരു അത്തരത്തിലൊരു സംവിധാനം ഏർപ്പാടാക്കി അവർക്ക് വേണ്ട രീതിയിലുള്ള സഹായം നൽകാൻ, നേതൃത്വം നൽകാൻ തയ്യാറാണെന്നും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പെസോ അധികൃതർ ഇന്ന് നടത്തുന്ന പരിശോധന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ളതാണ്. ആ പെസോ അധികൃതർ നടത്തുന്ന പരിശോധനയിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു അപകടമുണ്ടായത് എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക്, ഒരുപക്ഷെ ഒരു പ്രാഥമിക ഘട്ട നിഗമനത്തിലേക്ക് ഇന്നെത്താൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് പരിശോധന നടത്തും, ഇന്ന് തന്നെ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പെസോ അധികൃതരുടെ ഒരു പ്രതികരണം ഇന്ന് ഉണ്ടാകുമെന്നും അപകട കാരണം സംബന്ധിച്ചുള്ള ഒരു വിശദീകരണത്തിലേക്ക്, ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിലേക്കെങ്കിലും എത്താൻ കഴിയുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പരിക്കേറ്റവരുടെ ചികിത്സ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 2 പേർ വെന്റിലേറ്ററിൽ തന്നെ തുടരുന്നു. അവർക്ക് 80% പൊള്ളലേറ്റവരാണ്. പോസ്റ്റ്മോർട്ടം നടന്ന മൃതദേഹങ്ങൾ ഇപ്പോൾ വിട്ടു നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 5 മൃതദേഹങ്ങൾ വിട്ടു നൽകിയതായാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ശരി മിഥുൻ, വിവരങ്ങൾ വ്യക്തമാണ്. അങ്ങനെ പ്രിയപ്പെട്ട 14 പേരെയാണ് നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടത്. ഒരു നാട് മുഴുവൻ, കേരളം മുഴുവൻ കണ്ണീർ വാർക്കുകയാണ്. തൃശ്ശൂർ പൂരം എത്ര മനോഹരമായി, എത്ര വർണ്ണാഭമായി നടക്കാനിരുന്നതാണ്. പക്ഷേ ആഘോഷത്തിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിൽ ഒരു ദുരന്തം നമ്മെ തേടിയെത്തിയത്. എന്തായാലും 14 പേരെ നമുക്ക് നഷ്ടമായി. ഇതിൽ 2 പേർ വെന്റിലേറ്ററിലാണ്. 6 പേരുടെ തിരിച്ചറിഞ്ഞു, 6 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ 6 പേരുടെ ആരോഗ്യനില കൂടി തൃപ്തികരമാണെന്നുള്ള വാർത്തകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.